ഡെവൽ ലവ് ഭാഗം 18. അജു, ഡാ അവളെല്ലാം കേട്ടു തോന്നുന്നു. സോറി ഡാ, ഗൗതം പറഞ്ഞു. ഹേ, അത് സാരമില്ല. അത് പറയുമ്പോഴും അവളുടെ നിറഞ്ഞ മിഴി അവനെ അസ്വസ്ഥതപ്പെടുത്തി. നീ ഇപ്പോൾ തന്നെ അവളെ കണ്ട് എല്ലാം പറ. ഇനിയൊന്നും മറച്ചു വെക്കണ്ട. അജു മൂളി. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. ആടാ, എന്നാ ബായ്. പിന്നെ ഇനിയും ആ കൊച്ചിനോട് പറയാതിരിക്കണ്ട. അത് കേട്ട് അർജുൻ ചിരിക്കാൻ ശ്രമിച്ചു. ഇതേ സമയം ഇഷാനി അവിടുന്ന് വാഷ്റൂമിലാണ് പോയത്. അർജുന് തന്നോട് ഇഷ്ടമാണെന്ന് കേട്ടതിൽ സന്തോഷമാണോ സങ്കടമാണോ എന്നറിയാത്ത അവസ്ഥയിലാണ് അവൾ. പക്ഷെ കണ്ണിപ്പോഴും നിറയുന്നുണ്ട്. എന്തിനാ അറിയില്ല അവൾക്ക്. പിന്നെ അവൾ മുഖമെല്ലാം തുടച്ച് ക്യാബിനിലേക്ക് നടന്നു. അവിടെ അർജുൻ എത്തിയില്ല. കണ്ടതും അവൾ റൂമിൽ കയറി തൻ്റെ സീറ്റിലിരുന്ന് ലാപ്ടോപ്പിലേക്ക് മുഖം തിരിച്ചു. കുറച്ച് സമയത്തിന് ശേഷം അർജുൻ അവിടേക്ക് വന്നു. അവൻ വന്നതറിഞ്ഞിട്ടും ഇഷാനി മുഖം ഉയർത്തി നോക്കിയില്ല. അവനത് ശ്രദ്ധിച്ചു. അവനൊന്ന് വിശ്വസിച്ചു. അവൻ ഇഷാനിയുടെ അടുത്തേക്ക് നടന്നു. ഇഷാനി, അവൻ അടുത്ത് വന്ന് വിളിച്ചു. ഇഷാനി എഴുന്നേറ്റ് നിന്നു. പക്ഷെ മുഖത്തേക്ക് നോക്കുന്നില്ല. എനിക്ക് തന്നോട് സംസാരിക്കാനുണ്ട്. താനൊന്ന് വരുമോ? ഇഷാനി അവനെ നോക്കി തല കുലുക്കി. അത് നോക്കി അർജുൻ ഓഫീസിൻ്റെ റൂമിൻ്റെ ഒരു സൈഡിൽ ബാൽക്കണി പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അർജുൻ അവിടേക്ക് നടന്നു. അതൊന്ന് നോക്കി ഇഷാനി കൂടെ പോയി. അവൾ തൻ്റെ പുറകെ വന്നതും അവൻ അവളെ ഒന്ന് നോക്കി. അവളെപ്പോഴും തല താഴ്ത്തി പിടിച്ചിട്ടുണ്ട്. ഇഷാനി, എനിക്ക് തന്നോട് എന്നെക്കുറിച്ചാണ് പറയാനുള്ളത്. എനിക്കറിയാം ഗൗതം പറഞ്ഞത് താൻ കേട്ട് എന്ന്. അറിയാം. എനിക്ക് പറയാനുള്ളത് എല്ലാം കേട്ട് താൻ എന്തു വേണമെങ്കിലും തീരുമാനിച്ചോ? ഇഷാനി അവനെ ഒന്ന് നോക്കി. എൻ്റെ അച്ഛനും അമ്മയും 10 വർഷം മുമ്പാണ് ഒരു ആക്സിഡൻ്റ് ആയിരുന്നു മരണപ്പെട്ടത്. ആദ്യം അതൊരു സാധാരണ ആക്സിഡൻ്റ് ആയിരുന്നു എന്നെല്ലാവരും കരുതി. പിന്നീടാണ് അത് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു അപകടമാണെന്ന് മനസ്സിലായത്. അച്ഛൻ്റെ അമ്മയുടെ മരണശേഷമാണ് നഷ്ടത്തിൽ പോയ ബിസിനസ് ഞാൻ മുന്നോട്ട് കൊണ്ടുവന്നത്. അങ്ങനെയാണ് ബിസിനസ് ലോകത്തേക്ക് ഞാൻ കാൽ വയ്ക്കുന്നത്. സിംഗാനിയ ഗ്രൂപ്പ് ഒബ്രോയ് ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ്. കാരണം എന്താ ചോദിച്ചാൽ, ഈ മുംബൈയിലെ പ്രശസ്തമായ 2 കുടുംബമാണ് ഒബ്രോയ് മനുഷ്യനും സിംഗാനിയ കുടുംബവും. സിംഗാനിയ ഗ്രൂപ്പ് കാരണവരായ രാജേന്ദ്രൻ സിംഗാനിയ ഭാര്യ ലക്ഷ്മി ദേവി നീതിയും ന്യായവും നോക്കുന്ന നല്ലൊരു മനുഷ്യനായിരുന്നു. എൻ്റെ മുത്തച്ഛൻ്റെ ഫ്രണ്ട് കൂടിയായിരുന്നു അദ്ദേഹം. അവർക്ക് 3 മക്കൾ. ഇന്ദ്രൻ സിംഗാനിയ, ഭാര്യ ഊർമിള, 2 മക്കൾ. ദേവൻ സിംഗാനിയാണ് ഇപ്പോൾ സിംഗാനിയ ഗ്രൂപ്പിൻ്റെ MD. ദേവാൻഷി സിംഗാനിയ ഫാഷൻ ഡിസൈനറാണ്. ഗിരിരാജ് സിംഗാനിയ, ഭാര്യ വൈദേഹി, മക്കൾ 2. ആദർശ് സിംഗാനിയ ഡോക്ടർ, ആര്യ +2 പഠിക്കുന്നു. ഗായത്രി ദേവി വിവാഹം കഴിച്ചിട്ടില്ല, മരണപ്പെട്ടു. ഇതാണ് അവരുടെ കുടുംബം. പണ്ട് എല്ലാവരും ഞങ്ങളുമായി നല്ല കൂട്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഒരു കുടുംബം ആവാൻ ആഗ്രഹിച്ചു. എൻ്റെ അച്ഛനെ കൊണ്ട് ഗായത്രി ആൻറ്റിയെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. ഗായത്രി ആൻറ്റിക്ക് അച്ഛനെ ഇഷ്ടമായിരുന്നു. പക്ഷെ അച്ഛൻ ആൻറ്റി ഒരു സഹോദരിയെ പോലെയാണ് കണ്ടത്. മാത്രമല്ല അച്ഛൻ എൻ്റെ അമ്മയെ ചെറുപ്പം മുതലേ ഇഷ്ടമായിരുന്നു. വിവാഹം മുടക്കാൻ അച്ഛൻ പല വഴി നോക്കി. പക്ഷേ എല്ലാം ചീറ്റിപ്പോയി. ഗായത്രി ആൻറ്റിയോട് കാര്യം പറയാൻ ശ്രമിച്ചു. പക്ഷെ നടന്നില്ല. അങ്ങനെ അച്ഛൻ്റെ കല്യാണം തലേന്ന് അച്ഛനും അമ്മയും ഒളിച്ചോടി. ആ സമയം എല്ലാ കാര്യവും ഗായത്രി ആൻറ്റിയെ കണ്ട് എല്ലാം പറഞ്ഞു. അവർക്ക് ഒളിച്ചോടാൻ എല്ലാ സഹായവും ഗായത്രി ആൻറ്റി ചെയ്തു കൊടുത്തു. ആൻറ്റിക്ക് വിഷമമുണ്ടെങ്കിലും ആൻറ്റി അവർക്കൊപ്പം നിന്നു. പിറ്റേന്ന് ഈ മുംബൈ ഉണരുന്നത് ഒരു മരണ വാർത്ത കേട്ടാണ്. ഒപ്പം എൻ്റെ അച്ഛൻ ഒരു അനാഥ പെണ്ണ് കൂടെ പോയി എന്ന വാർത്തയും. അങ്ങനെ അച്ഛൻ പോയതുകൊണ്ട് ഗായത്രി ആൻറ്റി സൂസൈഡ് ചെയ്തു എന്നായിരുന്നു ഈ നാട് അറിഞ്ഞത്. മുതൽ 2 കുടുംബവും ശത്രുക്കളായി. എല്ലാത്തിനും എതിരാളികളായി. പിന്നീട് ഒരിക്കൽ അച്ഛൻ മുത്തച്ഛന് എഴുതി വെച്ച കത്ത് കിട്ടി. പോകുന്നതിന് മുമ്പ് അച്ഛൻ എഴുതിയത് ആയിരുന്നു അത്. അതിലെല്ലാം എഴുതിയിരുന്നു അച്ഛൻ അമ്മ തമ്മിൽ ഗായത്രിയാണ് തങ്ങളെ സഹായിച്ചതെന്നെല്ലാം. ഇത് വായിച്ച് മുത്തച്ഛൻ ആദ്യം വിശ്വസിച്ചില്ല. മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. പിന്നീട് ഒരിക്കൽ മുത്തച്ഛൻ യാദൃച്ഛികമായി ഹോസ്പിറ്റലിൽ വെച്ച് ഒരു കാര്യം കേട്ടു. ഗായത്രി ആൻറ്റിയെ കൊന്നതാണ് എന്ന്. ഗായത്രി ആൻറ്റി തന്നെയാണ് എൻ്റെ അച്ഛനും അമ്മയും സഹായിച്ചതെന്ന്. അന്നയാളെ മുത്തച്ഛനൊന്നും മനസ്സിലായില്ല. ഈ സമയം കൊണ്ട് ഒബ്രോയ് ഗ്രൂപ്പ് എന്ന ഈ കമ്പനി അവർ തകർത്തിരുന്നു. നാശത്തിലായിരുന്നു. പിന്നീട് മുത്തച്ഛൻ അച്ഛനെ തേടിയെത്തി. അന്ന് ഞാൻ അമ്മയുടെ വയറ്റിലായിരുന്നു. അന്ന് എൻ്റെ വായിൽ നിന്ന് മുത്തച്ഛൻ സത്യങ്ങൾ അറിഞ്ഞു.
ഞാൻ അച്ഛനും അമ്മയും കൂട്ടി വീട്ടിൽ വന്നു. നാശത്തിന്റെ വക്കിലെത്തിയ കുബ്ര ഗ്രൂപ്പ് വീണ്ടും മുന്നോട്ട് കുതിച്ചു. ഇതെല്ലാം സിംഗാനിക്കാരെ കൂടുതൽ കൂടുതൽ ദേഷ്യത്തിലാക്കി. പിന്നെ എൻ്റെ ജനനം. അങ്ങനെ സന്തോഷത്തിന്റെ നാളുകൾ. എന്നാലും ഒരു കരിനിഴൽ പോലെ അപകടമുണ്ടായിരുന്നു. അങ്ങനെ പിന്നെയും വർഷങ്ങൾ പോയി. ഞാൻ എൻ്റെ 18-ാം വയസ്സിൽ ലണ്ടനിൽ പോയി BBA ചെയ്യാൻ. ആ സമയത്താണ് അച്ഛൻ ഗായത്രീൻ്റെയും മരണത്തെ കുറിച്ച് അന്വേഷിക്കുന്നത്. അവസാനം അച്ഛൻ അത് കണ്ടെത്തി. സത്യങ്ങൾ അച്ഛൻ മനസ്സിലാക്കി. ഗായത്രീൻ്റെയെ കൊന്നതായിരുന്നു. ഫാനിൽ കെട്ടിത്തൂക്കിയാണ്. ഇത് കേട്ട് ഇഷാനി ഞെട്ടി. ആരായിരുന്നു അത്? എന്തിനാ? അവൾ ചോദിച്ചു. അതിനുശേഷം അവൻ ആ കാര്യം പറഞ്ഞു. ഇഷാനി കേട്ടത് വിശ്വസിക്കാനാവാതെ അവനെ നോക്കി. എന്നിട്ട് എന്ത് സംഭവിച്ചു? അങ്ങനെ ഒരു ദിവസം അച്ഛനും അമ്മയും അമ്പലത്തിൽ പോയി. വരുമ്പോൾ കാർ തടഞ്ഞു കുറച്ച് ഗുണ്ടകൾ. പിന്നെ അച്ഛൻ അവരുമായി ഫൈറ്റ് ചെയ്തു. പക്ഷെ പിന്നിൽ നിന്ന് കുത്തി. അത് കണ്ടു കാറിൽ നിന്നിറങ്ങിയ അമ്മയെ അവർ എൻ്റെ അച്ഛൻ്റെ മുന്നിൽ വെച്ച് പീഡിപ്പിച്ചു. അച്ഛൻ്റെ അവസാന ശ്വാസം എടുക്കുമ്പോഴും എൻ്റെ അമ്മയെ അവർ അർജുൻ ഇടർച്ചയോടെ പറഞ്ഞു നിർത്തി. കണ്ണു നിറഞ്ഞു. ആരും ആ വഴി വരാറില്ല. അച്ഛനന്ന് ഷോർട്ട് കട്ട് എടുത്തതായിരുന്നു. അപ്പോൾ ഞാൻ തിരികെ നാട്ടിലെത്തി. അച്ഛൻ്റെ അമ്മയുടെ വെള്ള പൊതിപ്പിച്ച ശരീരം, അതിൻ്റെ മുന്നിൽ ഇരുന്ന് കരയുന്ന 18 വയസ്സുകാരന്. പിന്നെ പഠിക്കാൻ എല്ലാവരും നിർബന്ധം മൂലം വീണ്ടും അബ്രോഡ് പോയി. അപ്പോൾ എല്ലാം എൻ്റെ ഉള്ളിൽ ഒരു അഗ്നി ആടി കത്തുന്നുണ്ടായിരുന്നു. പിന്നെ BBA കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്നു. അച്ഛൻ്റെ അമ്മയുടെ മരണ കുടുംബത്തെ ഒന്നാകെ ഒലച്ചു. ബിസിനസ് തകർത്തു. പിന്നെ ഞാൻ അത് ഏറ്റെടുത്തു. ഒപ്പം MBA നാട്ടിൽ ചെയ്തു. 1 വർഷം കൊണ്ട് എനിക്ക് ഉബ്രോയ് ഗ്രൂപ്പ് വീണ്ടും മുന്നിലെത്തിക്കാൻ കഴിഞ്ഞു. മുത്തച്ഛനും വലിയച്ഛനും ഒക്കെ ഇടതും വലതുമായി ഉണ്ടായിരുന്നു. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. രാവും പകലും അധ്വാനിച്ചു. ഉബ്രോയ് ഗ്രൂപ്പ് ഈ നിലയിലെത്തി. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൊലയാളികളെ പുറത്തു വിട്ടു. അവരെ ഞാൻ പോയി കണ്ടു. നടുറോട്ടിൽ വെച്ച് അവരെന്നെ വെട്ടിക്കൊന്നു. ഇത് കേട്ട് അവശാനി അവനെ ഞെട്ടി നോക്കി. അവരിൽ നിന്ന് ഞാൻ അറിഞ്ഞു ഇതിൻ്റെ പിന്നിലുള്ളവരെ. അയാളെ ഞാൻ എൻ്റെ കൈകൊണ്ട് തീർത്തു. ആരാ? സിംഘാന ഗ്രൂപ്പിലെ ആരെങ്കിലും ആയിരുന്നോ അത്? ഇഷാനി ചോദിച്ചു. അവളുടെ കണ്ണ നടന്നിട്ടുണ്ട്. അവരാണ് കൊട്ടേഷൻ കൊടുത്തത്. പക്ഷെ അമ്മയെ ഉപദ്രവിക്കാൻ അവരല്ല പറഞ്ഞത്. പിന്നെ ആരാ? ഇഷാനി വീണ്ടും ചോദിച്ചു. ഗിരീഷ്, എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ ഭർത്താവ്. അയാളായിരുന്നു കൊട്ടേഷൻ കൊടുത്തത്. അയാളെ പണം കൊടുത്ത് സിംഘാനിയ കുടുംബക്കാർ അവരുടെ ഭാഗത്താക്കി. പക്ഷെ അച്ഛനെ കൊല്ലാൻ മാത്രമേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഉപദ്രവിച്ചത് അയാളും അയാളുടെ ആൾക്കാരും ആയിരുന്നു. അമ്മ അച്ഛൻ്റെ ഭാര്യയായി വന്നത് മുതൽ അയാൾക്ക് അമ്മയിൽ ഒരാഗ്രഹമുണ്ടായിരുന്നത്രേ. അറിയോടോ, എൻ്റെ അമ്മ എത്ര ഭംഗിയായിരുന്നെന്ന്. ഒരു പാവം. താൻ കാരണം ആർക്കും ഒരു വേദന ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പാവം. പറയുമ്പോൾ അർജുൻ്റെ കണ്ണിലെ വേദന അവൾ തിരിച്ചറിഞ്ഞു. അയാളെ എന്തു ചെയ്തു? ഇഷാനിയുടെ ശബ്ദം തണുപ്പ് നിറഞ്ഞു. കൊന്നു. അയാളെ ഞാൻ കൊന്നു. അന്ന് ആ ഗുണ്ടകളിൽ നടന്ന കാര്യം. പിന്നെ എന്നെ അറസ്റ്റ് ചെയ്തു. മുത്തശ്ശൻ്റെ ചോദ്യം കൊണ്ട് എന്നെ പുറത്തിറക്കി കൊണ്ടുവന്നു. ന്യൂസ് സ്പ്രെഡായില്ല. പിന്നെയാണ് അയാളെ ഞാൻ കൊന്നത്. അങ്ങനെയാണ് എന്നെ ഈ മുംബൈ ലോകം ഡെവിൽ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. പിന്നീട് ബിസിനസ്സിൽ എന്നെ ചീറ്റ് ചെയ്യുന്നവർക്കും ഞാൻ ഡെവിലായി മാറി. അങ്ങനെ 5 വർഷം മുമ്പ് മുത്തശ്ശി എന്നെ കൊണ്ട് കേരളത്തിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നു. മുത്തച്ഛൻ്റെ മുത്തശ്ശിയുടെ നാട് കേരളത്തിൽ തൃശ്ശൂരാണ്. അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് ഒരു 15-17 വയസ്സ് തോന്നുന്ന ഒരു പെൺകുട്ടി എൻ്റെ കണ്ണിൽ പെട്ടു. മുടി മുട്ടോളമുണ്ട്. പട്ടുപാവാട വേഷം. കഴുത്തിലൊരു കുഞ്ഞു മാല. കാതിൽ ചുമക്ക. നെറ്റിലൊരു കുഞ്ഞു പൊട്ട്. ആൾക്കാരോടൊക്കെ സംസാരിക്കുന്ന ഒരു വായാടി. അവളുടെ മുഖം എൻ്റെ മനസ്സിൽ പതിഞ്ഞു. പിന്നീട് എൻ്റെ കണ്ണ് അവളിലായിരുന്നു. പക്ഷേ എപ്പോഴോ തിരക്കിൽ അവൾ മറഞ്ഞുപോയി. അവളെ ഞാൻ അവിടെയെല്ലാം നോക്കി. പക്ഷെ കണ്ടില്ല. പിന്നെ വേണ്ട വെച്ചു. ഒന്നാമത്തെ കാര്യം, ആ കുട്ടിയെക്കുറിച്ച് ഒന്നും എനിക്കറിയില്ല. പിന്നെ എൻ്റെ ജീവിതം തന്നെ ആണ് റീസൺ. പക്ഷെ പിന്നീട് അവിടുന്ന് തന്നെ കാണുന്നത് വരെ ആ കുട്ടിയുടെ മുഖം ഞാൻ സ്വപ്നം കാണുമായിരുന്നു. തനിക്ക് ഇത് ക്ലീശയായി തോന്നാം. ഞാൻ കണ്ടിരുന്നു. അങ്ങനെ എപ്പോഴും ഞാൻ ആ മുഖത്തെ സ്നേഹിച്ചു തുടങ്ങി. എൻ്റെ ഗാർഡിനെ കൊണ്ട് തൃശ്ശൂർ ആ കുട്ടിയുടെ മുഖം വെച്ച് അന്വേഷിച്ചു. പക്ഷേ എവിടെയും അവളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നെ നിരാശയായിരുന്ന ഫലം. പിന്നീട് ഞാൻ ആ മുഖം കാണുന്നത് അന്നായിരുന്നു. എൻ്റെ ജീവൻ രക്ഷിക്കാൻ വന്ന മാലാഖയായിട്ടാണ്. അത് കേട്ട് ഇഷാനി അവനെ ഞെട്ടലോടെ നോക്കി. പെൺകുട്ടിയെ ആരാ അറിയോ നിനക്ക്? അർജുൻ അവളോട് ചോദിച്ചു. അവളില്ല എന്ന് പറഞ്ഞു. എങ്കിലും അവളുടെ ഹൃദയം നിയന്ത്രണം വിട്ടു മിടിക്കുന്നുണ്ട്. താനായിരുന്നു അത്.
അന്ന് ആ ഗുണ്ടകളിൽ നിന്ന് വെടിവെക്കൊണ്ട് രക്തത്തിൽ കുളിച്ച് തന്നെ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ആ രക്തം തന്നു. അന്ന് ഞാൻ ആ നടു റോഡിൽ വെച്ച് കണ്ടപ്പോൾ രക്തം തന്നു. അന്ന് ഞാൻ തന്നെ ആ നടു റോഡിൽ വെച്ച് കണ്ടപ്പോൾ ലോകം പിടിച്ചടക്കിയ സന്തോഷമായിരുന്നു എനിക്ക്. കാണാൻ കൊതിച്ച മുഖം മരണവെപ്രാളത്തിൽ വീണ്ടും കണ്ടു. പിന്നെ കണ്ണ് തുറന്നതും നിന്റെ സർ എന്ന ശബ്ദം കേട്ടാണ് ഹോസ്പിറ്റലിൽ. പക്ഷെ നിന്നെ അവിടെ കാണാനില്ലായിരുന്നു. നീ പോയിരുന്നു അപ്പോഴേക്കും. പിന്നെ ഏട്ടൻ പറഞ്ഞു, ഒരു പെൺകുട്ടിയാണ് ഇവിടെ എത്തിച്ചത് എന്ന്. അത് നീയാണെന്ന് CCTVയിലൂടെ അറിഞ്ഞു. പിന്നെ സ്റ്റീഫനെ കൊണ്ട് നിന്നെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോഴാണ് നീ ഔറ ഇമേജ് വർക്ക് ചെയ്യുന്നത് എന്നറിഞ്ഞത്. നിന്റെ പുറകെ നീ അറിയാതെ ഞാനുണ്ടായിരുന്നു. അപ്പോൾ ആണ് അവിടുത്തെ മാനേജറായ രാജീവ് നിന്നെ ഇഷ്ടം ആണ് എന്ന് പറയുന്നത്. അല്ല, അങ്ങനെയല്ല, നിന്നവന് ഒരു നോട്ടമുണ്ട് എന്നറിഞ്ഞത്. പല പെണ്ണുങ്ങളെ കൂടെ കഴിയുന്നവനാണെന്ന് ആണ്. പിന്നെ ഭയം തോന്നി, നീയും അവനെ പോലെ ഒരുത്തനെ സ്നേഹിക്കുമോ എന്ന്. നീ വേറെ ആരെ കിട്ടിയാലും അവനെ കിട്ടാൻ സമ്മതിക്കില്ലായിരുന്നു ഞാൻ. പക്ഷെ നീ പറഞ്ഞ കാര്യവും ഞാൻ അറിഞ്ഞു. പിന്നെ ഈ ലൈറ്റായി ഓഫീസിൽ നിന്ന് ഇറങ്ങിയത്. അന്ന് നിന്നെ രക്ഷിച്ച് നിന്നെ ഉപദ്രവിക്കാൻ നോക്കിയവരെ ഞാൻ ഉപദ്രവിച്ചു. ശരിക്കും അത് രാജീവിൻ്റെ ആൾക്കാരായിരുന്നു. കാരണം അന്ന് നീ നോ പറഞ്ഞതിൻ്റെ ദേഷ്യമായിരുന്നു അവന്. അതുകൊണ്ട് പിന്നെ എൻ്റെ ഒരു കണ്ണ് അവൻ്റെ മേലെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്ന് എനിക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റിയത്. അവനെ ഞാൻ അടിച്ചു ശരിയാക്കി. പിന്നെ നിൻ്റെ ഓഫീസിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എൻ്റെ ആക്കി കൊണ്ടുവന്നത്. മുത്തച്ഛൻ്റെ ഫംഗ്ഷന് നീ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടെന്നറിയാം. അതുകൊണ്ട് നീ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞത്. ഫംഗ്ഷന് നിന്നെ റോഹൻ നോക്കുന്നത് കണ്ടത്. അപ്പോഴും എനിക്ക് ദേഷ്യം തോന്നി അവനോട്. സാരി തലപ്പിൽ ചവിട്ടി വീഴ്ത്താൻ നോക്കിയത് അവനായിരുന്നു. പിന്നെ ഇവിടെ വെച്ച് നിന്നെ പറഞ്ഞത് കേട്ടപ്പോൾ അവനെ തല്ലി. ഈശാനി നിന്നോടുള്ള എൻ്റെ ഇഷ്ടം നിന്നോട് പറയാതിരുന്നത് വേറൊന്നും കൊണ്ടല്ല. എൻ്റെ ലൈഫ് കുറിച്ച് നീ അറിഞ്ഞാൽ ഇതൊക്കെ കേട്ട് നീ എന്നെ അംഗീകരിക്കുമോ എന്ന ഭയമായിരുന്നു. പിന്നെ നിനക്കത് ദോഷമായല്ലോ എന്ന ഭയം. നിന്നോട് ഞാൻ ഒരിക്കലും എൻ്റെ സ്നേഹം പറയില്ലായിരുന്നു. എനിക്കൊരു ബുദ്ധിമുട്ടാവും എന്ന ഭയം. നീ എന്നെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഉണ്ടാവും നിൻ്റെ കൂടെ, നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ. എങ്കിലും ഞാൻ നിന്നോട് ചോദിക്കുവാണ്, ഡു യു ലവ് മീ? അവൻ അത്രയും ആർദ്രമായി പറഞ്ഞു. ഇതെല്ലാം കേട്ട് ഇഷ്യു കണ്ണു നിറയുന്നുണ്ട്. ഇങ്ങനെയും ഒരാളെ സ്നേഹിക്കാൻ പറ്റുമോ? അവൾ ചിന്തിച്ചു. ആനി, ഡു യു ലവ് മീ? അവൻ വീണ്ടും ചോദിച്ചു. തുടരും. സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അക്ഷരത്തെറ്റുകളുണ്ടാകും സ്റ്റോറിയിൽ. വോയിസ് പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പുറത്തെ വോയിസ് കേൾക്കണമെങ്കിൽ ക്ഷമിച്ച് തരിക. നിങ്ങൾ ലൈക്ക് ചെയ്താലാണ് എനിക്ക് വോയിസ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.